കൊല്ലം ശാസ്താംകോട്ടയിൽ കശുവണ്ടി തൊഴിലാളിയായ വയോധികയുടെ ആത്മഹത്യയെ ചൊല്ലി രാഷ്ട്രീയ കലഹം. മരണവീട്ടിൽ കോൺഗ്രസ് CPIM പ്രവർത്തകരുടെ വാക്കേറ്റം ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി. പെൻഷൻ മുടങ്ങിയതിന് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ഇതൊന്നുമല്ല, മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഫെബ്രുവരി 28-നാണ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശി ഓമനയെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു. പെൻഷൻ മുടങ്ങിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആദ്യം ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശാസ്താംകോട്ടയിൽ ഒരു ഇത് കിട്ടാത്ത അതീവ ദരിദ്രയായ ആ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീ 74 വയസ്സുകാരി ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. അവരുടെ 84 വയസ്സുകാരനായ ഭർത്താവ് രോഗാവസ്ഥയിലാണ്. ഞങ്ങൾ ഈ 13 ജില്ലകളിലും കേട്ടത് ഈ സങ്കടങ്ങളാണ്. കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഇതിനിടെ മരണവീട്ടിലെത്തിയ CPIM പ്രാദേശിക നേതാക്കളും പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തമ്മിൽ വാക്കേറ്റമായി. ആത്മഹത്യയ്ക്ക് കാരണം പെൻഷൻ മുടങ്ങിയതല്ലെന്നാണ് ഓമനയുടെ കുടുംബം പറയുന്നത്. സഹോദരന് പറ്റിയ അപകടവും രോഗത്തിന്റെ വിഷമതകളും ഓമനയെ തളർത്തിയെന്ന് ഭർത്താവ് വേലായുധൻ. എനിക്കറിയാവുന്ന വിവരം എന്ന് പറയുന്നത് ആങ്ങളയ്ക്ക് ഇന്നലെ അപകടം പറ്റി അവിടെ 2 പ്രാവശ്യം പോയിച്ചു വന്ന് എനിക്ക് ചായ ഇട്ടു വന്നു. എനിക്ക് അരി വെക്കണമെന്ന് പറഞ്ഞിട്ട് പോരുന്ന വിവരം മാത്രം. പിന്നെ ഞാൻ കാണുന്ന തൂങ്ങി നിൽക്കുന്നതായിട്ട് ഒന്നൊന്ന് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടിയോന്ന് ഇന്നലെ വന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ച് കിട്ടുന്നില്ല, 6 മാസം കൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതല്ല ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം ആവർത്തിക്കുമ്പോഴും വീട്ടിലെത്തിയ രാഷ്ട്രീയക്കാർ അത് കേട്ട മട്ടേയില്ല. ഒടുവിൽ MLA കോവൂർ കുഞ്ഞുമോൻ ഇടപെട്ടതോടെയാണ് വാക്കേറ്റം അയഞ്ഞത്. തെരഞ്ഞെടുപ്പായതോടെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ നീണ്ട നിര വീട്ടിലേക്ക് എത്തുമെന്നതിൽ തർക്കമില്ല. R. അരുൺരാജ്, 24 കൊല്ലം.